അയ്യോ, ഞാൻ നിങ്ങളുടെ കൊച്ചുമോടെ ഭർത്താവാ. എന്നെ തൊഴിയൊന്നും വേണ്ട. ഞാൻ തലയ്ക്കകത്ത് ആൾ താമസം ഇല്ലാത്ത ആ ഉണ്ണി തന്നെയാ, മണ്ണുണ്ണി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളും നിങ്ങളുടെ കൊലയാളി മോനും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. സാധാരണ മരുമക്കൾ കേൾക്കാൻ ഭാര്യയുടെ ബന്ധുക്കൾ അങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇത് ഞാൻ കേൾക്കാൻ ഓരോന്ന് പറഞ്ഞിട്ടുള്ളത്. എന്റെ പൊന്നുമോനെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇനിയിപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുക്കവാ. എന്റെ മോളെ കൈവിടരുത്. ഇപ്പൊ നീ അല്ലാതെ അവൾക്ക് വേറെ ആരുമില്ല. നിങ്ങളുണ്ടല്ലോ. പ്രസവിക്കാൻ പോകുന്ന കൊച്ചുമോളെ മടിയിലിരുത്തി താരാട്ടുപാട്ട് പാട്. അത് കഴിഞ്ഞ് അവൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ അതിനെ കൊഞ്ചിക്കുകയും താരാട്ടുപാട്ട് പാടുകയൊക്കെ ചെയ്യ്. എന്റെ മോനെ, വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ പെൺകുട്ടിയോട് സങ്കടപ്പെടാൻ പാടില്ല. ഇതിപ്പോ സങ്കടത്തോട് സങ്കടവാ. ഇന്നലെ രാത്രിയിലൊക്കെ ആണെങ്കിൽ കരഞ്ഞിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ഓ, അവൾക്കെന്നെ പുച്ഛാണല്ലോ. കഴിവ് കെട്ടവനാണെന്നാ ഏത് സമയത്തും പറയുന്നത്. അരയ്ക്ക് താഴോട്ട് തളർന്ന എന്റെ ഏട്ടൻ യോഗ്യൻ, ഞാൻ ഒരു കഴിവില്ലാത്തവൻ. എന്റെ ഉണ്ണിക്കുട്ട മോനെ, അതൊക്കെ പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ട് മോള് പറയുന്നതാ. ഓ, അപ്പോ പ്രായത്തില് പക്വതകൾ അവളുടെ മുത്തശ്ശിയും അവളുടെ അച്ഛനൊക്കെയോ? അവരൊക്കെ പറയുന്നതോ? ഞാൻ മോനോട് പറഞ്ഞില്ലേ? ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർക്കില്ല, എന്നല്ലേ പറഞ്ഞത്. അപ്പോ കേട്ടവരെ അത് ഓർക്കും, പറഞ്ഞവര് പറഞ്ഞതൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ പൊന്നുമോനെ, ഞാൻ നിനക്ക് എന്തു വേണേലും തരാം. അവളെ കൈവിട്ട് കളയരുത്. അല്ല, കൊച്ചുമോൾക്ക് 150 പവൻ കൊടുത്തു. അതവള് ഭദ്രമായിട്ട് ലോക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. നിനക്ക് എന്താ വേണ്ട മോനെ, ഞാൻ തരാം. അല്ല, നിങ്ങൾക്കൊരു വീടും പറമ്പും ഇല്ലേ? അത് എന്റെ പേരിൽ എഴുതരോ? ഞാൻ വെറുതെ ചോദിച്ചതാ. എന്ത് വേണമെങ്കിലും തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാലോ. മോനെ, നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് എന്റെ അമ്മയ്ക്ക് പോലും ഇഷ്ടമല്ല. പിന്നെ കണ്ണന്റെ കാര്യം പറയണ്ടല്ലോ. മോനെ, അവരുടെ എല്ലാ എതിർപ്പിനെ അവഗണിച്ചിട്ട് എന്റെ മോളെ നീ ഏറ്റെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ ആവശ്യപ്പെടുന്നത് ഞാൻ തന്നിരിക്കും. അല്ല, അവളെ വിളിക്കുന്നതിന് മുമ്പ് എന്റെ പേരില് ആ പ്രോപ്പർട്ടി പ്രമാണം ചെയ്തു തരുമോ? ചെയ്യും, ചെയ്യും. ഇരു ചെവി അറിയാതെ ഞാനത് ചെയ്തു തന്നോളാം. പോരെ? കരുണ മോളോട് പോലും പറയണ്ട. അതുപോലെ എങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം. എന്താലോചിക്കുന്നാടാ നീ പറയുന്നേ? ഇവരുടെ കൊച്ചുമോളെ വിളിച്ചോണ്ട് വരാവുന്നാണോ? അതെനിക്ക് ഇഷ്ടമല്ല. കണ്ണനും അത് സമ്മതിക്കത്തില്ല. പിന്നെ നീ വെറുതെ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട. ദുർഗെ, മോൻ എന്നോടൊരു കൂട്ടം ചോദിച്ചു. അത് ഞാൻ കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട്. എന്തു വേണേലും കൊടുക്കാം. പക്ഷെ എന്റെ കുഞ്ഞിന്റെ കെട്ടുതാലി അറക്കരുത്. നാണമില്ലേ നിങ്ങൾക്ക് ഇത് എന്നോട് പറയാൻ? കല്യാണം കഴിഞ്ഞ് 4-5 വർഷം കഴിയുന്നതിന് മുമ്പേ എന്റെ കെട്ടുതാലി അറുത്തവനല്ലേ നിങ്ങളുടെ മോൻ? കൊച്ചുമോളെ, എങ്ങനെയാ ജീവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് കാണ്. മോനെ ഉണ്ണിക്കുട്ട, നിന്നെ വിശ്വസിച്ചാ ഞാൻ പോകുന്നേ. ചതിക്കല്ലേ മക്കളെ? ചതിക്കാൻ മാത്രം അറിയാവുന്നവരാ ചതിക്കല്ലേ എന്ന് പറയുന്നത്. നാണം കെട്ട വർഗങ്ങള്.
നിന്നോട് അവരെ ഇവിടുന്ന് ആട്ടി പായിക്കണമെന്ന് പറഞ്ഞിട്ടില്ലടാ നിന്നെ ഇങ്ങോട്ട് ഞാൻ വിട്ടത്. പിന്നെ നീ എന്തിനാ അവർക്ക് പ്രതീക്ഷ കൊടുത്തത്? കണ്ണേട്ട നോക്കാനായിട്ടാ അമ്മ എന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് ഒരു തുണ്ട് ഭൂമിയെങ്കിലും കിട്ടിയോ? ഹ്. ഇവിടുന്ന് കണ്ണേട്ട ഇറക്കി വിട്ടാൽ തല ചായ്ക്കാൻ അമ്മയ്ക്കൊരു ഇടമുണ്ടോ? അമ്മ എന്തോന്നും മിണ്ടാത്തെ? എന്നാ കേട്ടോ, അവളുടെ മുത്തശ്ശിയുടെ വീടും പറമ്പും നല്ല കണ്ണായ സ്ഥലത്താണ് കിടക്കുന്നത്. അവളുടെ കുടുംബസ്ഥലത്തെക്കാളും നല്ല സ്ഥലത്ത്. ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ പോയതാണല്ലോ. അതെന്റെ പേരിൽ എഴുതരാന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. എടാ മോനെ, എന്തൊക്കെ തന്നാലും നിന്റെ അച്ഛനെ കൊന്നവന്റെ മകളാ കരുണ. ഹ, മരിച്ചവര് പോയി. ആ കൊലയാളിയുടെ മോളെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇപ്പോ അവളുടെ വയലൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ടാ അവരിപ്പോ ഇവിടെ വന്ന് എന്റെയും അമ്മയുടെയും കാല് പിടിച്ചത്. എടാ കണ്ണൻ അവളെ ഇവിടെ കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കണ്ണേട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ. കണ്ണേട്ടൻ നമ്മളെ പുറത്താക്കണമെങ്കിൽ എപ്പോഴേ പുറത്താക്കായിരുന്നു. അതിനു വേണ്ട എന്തെല്ലാം കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാ. എന്നിട്ടും നമ്മളെവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അങ്ങേര് ഒരു കാരണവശാലും കരുണ ഇങ്ങോട്ട് വരണ്ടെന്നൊന്നും പറയില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങേര് മാറും. കാരണം അങ്ങേരെ ഭാര്യയുടെ അനിയത്തിയാ കരുണ. അവര് രണ്ടാളും ഒരമ്മ പെറ്റ മക്കളാ. എടാ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും കണ്ണനും മഹാലക്ഷ്മിയും നമ്മളെ ഈ വീട്ടിൽ കയറ്റുന്നുണ്ടെങ്കിലേ അവരത്രയ്ക്ക് നന്മയുള്ളവരാടാ. അതുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുക ഇനി വേണ്ടത്. അങ്ങനെ നിന്നാ ഈ വീടും പറമ്പും എന്റെ പേരിൽ എഴുതരുമോ? പോട്ടെ, അമ്മയുടെ പേരിലെങ്കിലും എഴുതരുമോ? എനിക്കിനി സ്വത്തിനോടോ സ്വർണത്തിനോടോ ഒന്നും ഒരു മോഹവും ഇല്ലടാ. ആ, എന്നാൽ എനിക്കുണ്ട്. കണ്ണേട്ടനും മഹാലക്ഷ്മിയും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും എനിക്ക് ജീവിക്കണം മാന്യമായിട്ട്. കരുണയുടെ മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ പറച്ചിൽ കേട്ടിട്ടെ അവരിനി വാക്ക് മാറാനുള്ള സാധ്യതയില്ല. ചൂടാറും മുമ്പേ എല്ലാം അങ്ങ് എഴുതി വാങ്ങിക്കണം. ആ, പിന്നൊരു കാര്യം, ഇതൊന്നും കണ്ണേട്ടനോട് അമ്മ പറയരുത്. എനിക്കും വേണ്ട ഒരു ജീവിതം. മോനെ, കണ്ണനെ മഹാലക്ഷ്മിയെ സ്നേഹിച്ച നീ ആഗ്രഹിക്കുന്നതൊക്കെ അവര് നിനക്ക് തരൂടാ. മഞ്ജുവിനും സാഗറിനും ഒക്കെ ഇപ്പൊ അവരെ ആവശ്യപ്പെടാതെ തന്നെ പലതും കണ്ണനും മഹാലക്ഷ്മിയും കൊടുക്കുന്നില്ലേ? എനിക്ക് അവരുടെ മുമ്പിൽ പോയി നിന്ന് കൈനീട്ടാൻ വയ്യ. ഇപ്പോ ഞാൻ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ അവരിങ്ങോട്ട് എനിക്ക് വേണ്ടതൊക്കെ തരാന്ന് പറഞ്ഞിരിക്ക. അതിന് കൈവിട്ട് കളയാൻ ഞാൻ ഒരുക്കല്ല. മുത്തശ്ശി, എന്തായി? അവിടെ പോയിട്ട് ആട്ടി വിട്ടോ? അവരെന്തായാലും നല്ലതൊന്നും പറയില്ലല്ലോ മോളെ. പിന്നെ ഉണ്ണിയോട് ഞാൻ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ നിന്നെ തിരിച്ചു വിളിക്കാന്ന് ഒരുമാതിരിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. അതിനുള്ള സാധ്യതയില്ലല്ലോ. അയാൾക്ക് ഞാൻ അവിടുന്ന് പോയാ അത്രയും ചെലവ് കുറയും. പ്രത്യേകിച്ച് ഇനി എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോണ്ടേ. അതൊക്കെ ഒഴിവാക്കാനേ അയാൾ നോക്കും. മോളെ, എന്റെ മോളെ, അങ്ങനെ ഒന്നും കരുതണ്ട. അവൻ എന്നോട് സംസാരിച്ചപ്പോ പറഞ്ഞതേ കരുണയുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ തയ്യാറാണെന്ന. പിന്നെ കമലേശ്വരത്തേക്ക് മൂക്ക് കയറണമെങ്കിൽ കണ്ണനും ലക്ഷ്മിയും വിചാരിക്കണം. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുവോ? ഒന്ന്
ആശുപത്രി വരെ പോവോ? എന്നിട്ട് ലക്ഷ്മി ഒന്ന് ചെന്ന് കാണാം. ഞാൻ അവിടെ ചെന്നിട്ട് അവളുടെ കാല് പിടിക്കാനോ? മോളെ കാല് പിടിക്കേണ്ടി വന്ന കാല് പിടിക്കണം. നോക്കിയേ മോളെ, ഇനിയിപ്പൊ കേസ് നടത്തണമെങ്കിൽ നല്ലൊരു തുക ചെലവ് വരും. അത് മാത്രമാണോ, കണ്ണന്റെ അച്ഛനെ കൊന്നപ്പോ കണ്ണന് നഷ്ടം വന്നില്ലേ? അവന്റെ അരയ്ക്ക് കീപ്പോട്ട് തളർന്നു പോയില്ലേ? അവന്റെ ഇത്രയും കാലത്തെ ചികിത്സയുടെ പണം, അതിന്റെ പലിശ. പിന്നെ അവന് മാത്രമല്ല, ദുർഗയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മഞ്ജുവിനും ഉണ്ണിക്ക് അവരുടെ അച്ഛനെയും നഷ്ടപ്പെട്ടു. അതിനൊക്കെ ഉള്ള നഷ്ടപരിഹാരം കൊടുക്കണം. മുതലും പലിശയും കൂടി ആകുമ്പോഴേ കോടികളുടെ ചെലവ് വരും, കോടികളുടെ. അത് അച്ഛൻ മാത്രമല്ലല്ലോ വഹിക്കേണ്ടത്, ആ വാമദേവനും കൊടുക്കണ്ടേ? എന്റെ മോളെ, അവന്മാര് രണ്ടുപേരും കൂടി ചേർന്ന് കൊടുക്കേണ്ടി വന്നാലും ശരി, നിന്റെ അച്ഛന്റെ മുഴുവൻ ബാങ്ക് ബാലൻസും തീരും. ലോറി കോറി ഒക്കെ വിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? കയ്യിൽ കാശുള്ള അച്ഛനെയാ നീ സ്നേഹിച്ച. നിന്റെ ആവശ്യങ്ങള് നിന്റെ അച്ഛനും ഈ മുത്തശ്ശിക്കും നടത്തി തരാൻ വയ്യാതെ വന്നാൽ നീ ഞങ്ങളെയും തള്ളിക്കളയും. അത് മോള് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളും അങ്ങനെയാ. പിള്ളേരുടെ ആവശ്യങ്ങൾ രക്ഷിതാക്കളെ നടത്തി കൊടുത്തില്ലെങ്കിലേ അവരൊരിക്കലും അച്ഛനമ്മമാരെ, മുത്തച്ഛനെ, മുത്തശ്ശിയെ ഒന്നും സ്നേഹിക്കത്തില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. ആകെ തകർന്നു പോയല്ലോ മുത്തശ്ശി. മൊത്തത്തിൽ തകരാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. മക്കളെ, ഞങ്ങളുടെയൊക്കെ ജീവിതം തീർന്നതാ. പക്ഷെ മോളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഒരു കാരണവശാലും മോൾക്ക് ഉണ്ണിയെ നഷ്ടപ്പെടാൻ പാടില്ല. അയാൾ എന്നെ വിളിക്കാന്ന് പറഞ്ഞൊക്കെ സത്യം തന്നെയാണോ? പിന്നല്ലാതെ, അവൻ വിളിക്കൂ. പക്ഷെ അതിനു മുമ്പ് കണ്ണനെ ലക്ഷ്മിയൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്ന് തണുപ്പിക്കണമെന്നാ ഉണ്ണി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, മോളെ, മക്കളെ ഒന്ന് ആശുപത്രി വരെ പോ, എന്നിട്ട് ലക്ഷ്മി ഒന്ന് കാണ. ശരി, ഗതികെട്ട് പോയാ ആരുടെയും കാല് പിടിക്കേണ്ടി വരുമല്ലോ. മോളെ, അതുകൊണ്ടേ രണ്ടുണ്ട് ഗുണം. കണ്ണനും മഹാലക്ഷ്മിയും തണുത്തു കഴിഞ്ഞ ചിലപ്പോ കണ്ണനും ദുർഗയും മഞ്ജു ഉണ്ണിയൊക്കെ കോടതി കയറി പറയും അവർക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ടെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പിന്നെ മോൾ ഇവിടെ വന്നു നിന്നാലും ഒരു കുഴപ്പമില്ല. ശരി ശരി, എന്നാ ഞാൻ പോവാം. എന്റെ ഭഗവാനെ, നീ തന്നെ രക്ഷ. അതെ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാ, ആരോഗ്യം ശ്രദ്ധിക്കണം. അതൊക്കെ സാഗരേട്ടൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ തോമസ് സാറാണെങ്കിൽ സാഗരേട്ടന്റെ പക്കൽ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ ഓരോരോ കഷായങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. ആ, കഷായമൊക്കെ ഞാനും ഒരുപാട് കുടിച്ചതാ, വളരെ നല്ലതാട്ടോ. എന്താടി? എന്താടി നിനക്ക് ഇവിടെ കാര്യം? നീ എന്തിനാ വന്നത്? എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം.
നീ എന്തിനടി ഏട്ടത്തി കാണുന്നേ? എന്റെ അച്ഛന്റെ കൊലയാളിയുടെ മോളെ. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ എനിക്ക് നിന്നെ തല്ലാൻ പറ്റിയില്ല. ആ സമയത്ത് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന നിന്റെ മുത്തശ്ശി എന്നെ തടഞ്ഞളഞ്ഞു. എന്നും മാത്രമല്ല, അന്നെനിക്ക് അറിയില്ലായിരുന്നു നിന്റെ അച്ഛനാ എന്റെ അച്ഛനെ കൊന്നേന്ന്. എന്നിട്ട് നീ എന്തിനാ വന്നേന്നാ ചോദിച്ചേ? എന്താണ് നീ ഒന്നും പറയാത്തത്? എന്ത് ധൈര്യത്തിന്റെ പുറത്താ നീ ഇങ്ങോട്ട് വന്നത്? പറയടി. ലക്ഷ്മി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്റെ വയറ്റിലിപ്പോ ഒരു കുഞ്ഞുണ്ട്. ദയവ് ചെയ്ത് എന്നെ തള്ളിക്കളയരുതെന്ന് ഉണ്ണിയേട്ടനോട് പറയണം. നിന്നെ പോലുള്ളതിനെയൊക്കെ തള്ളിക്കളയല്ല വേണ്ടത്, തല്ലിക്കൊല്ലണം. മഹിയും കുഞ്ഞിനെയും കൊല്ലാനായിട്ട് നീ എന്താ ചെയ്തെന്ന് ഞങ്ങൾക്കറിയാം. മഹിക്കും അറിയാം. എന്നിട്ട് നാണം ഇല്ലേടി നിനക്ക് ഇവിടെ വന്ന് കെഞ്ചാൻ? നിന്നെ ഉണ്ണി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നീ തിരികെ അവിടെ വരുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കുടുംബത്തിൽ കയറണമെങ്കിൽ കണ്ണേട്ടന്റെ സമ്മതം കൂടി വേണം. എന്റെ അച്ഛൻ താമസിച്ചിരുന്ന വീടാ അത്, കണ്ണേട്ടന്റെ അമ്മയുടെ വീട്. ആ വീടിന്റെ പറമ്പിലാ എന്റെ അച്ഛൻ അടക്കിയിരിക്കുന്നത്. അച്ഛനെ കൊന്നവന്റെ മോള് ആ വീട്ടിലേക്ക് വന്നാ എന്റെ അച്ഛന്റെ ആത്മാവിനത് പൊറുക്കാൻ പറ്റുമെടുത്തി. ആ സംഭവം നടക്കുമ്പോ ലക്ഷ്മിക്ക് 5 വയസ്സേ ഉള്ളൂ. ഞാനാണെങ്കിൽ കൈക്കുഞ്ഞ. അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും അതിലൊരു പങ്കുമില്ല. അത് അന്നത്തെ കഥ. അതിനുശേഷം ആ കൈക്കുഞ്ഞ് ഒരുപാട് വളർന്നു. ദേ, ഈ പരുവത്തിലായി. എന്തുമാത്രമല്ല, നിന്റെ അച്ഛനേക്കാൾ മോശം നിന്റെ സ്വഭാവം. നിന്റെ ഉള്ളിലും ഒരു കൊലയാളിയുണ്ട്. നിന്റെ സ്വഭാവമായിട്ട് നിന്റെ മുത്തശ്ശി മാത്രമേ പൊരുത്തപ്പെട്ടു പോവൂ. പിന്നെ അങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരുത്തനാ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന നിന്റെ അച്ഛൻ. ഞാൻ എന്റെ മുറച്ചെറുക്കം മേഘനെ വേണ്ടാന്ന് വെച്ച് പോയപ്പോ നീ എന്റെ അമ്മയ്ക്കും ഏട്ടിനും ഒപ്പം ചേർന്ന് എന്നെ ഏതൊക്കെ രീതിയിൽ കൊച്ചാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. വഴി തെറ്റിയവളെന്നും വഴി പിഴച്ചവളെന്നൊക്കെ അന്ന് എന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഞാനിപ്പൊ ജീവിക്കുന്നതേ അന്തസ്സുള്ള ഒരാണിനൊപ്പോ. അതേ അന്തസ് എന്റെ ഏട്ടിനെന്ന് പറയുന്നവനുണ്ടെങ്കിൽ നീ ഇനി ഒരിക്കലും എന്റെ വീടിന്റെ പടി ചവിട്ടില്ല. നീ ഇനി ഉണ്ണിയേട്ടന്റെ ഭാര്യയായിട്ട് വാഴത്തില്ല. നീ കരയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞങ്ങളാരും നിങ്ങളുടെ ബന്ധം അറുത്തുമാറ്റാൻ വരില്ല. നീ കൂടെ ഒന്ന് പറയണം ലക്ഷ്മി. നിന്റെ ചേച്ചി ആയതുകൊണ്ട് നിനക്ക് വേണ്ടി ഉണ്ണിയോട് സംസാരിച്ചെന്ന് വരും. വേറെ ആരെങ്കിലും ആയിരുന്നു മഹിയുടെ സ്ഥാനത്തെങ്കിൽ നിനക്ക് നിന്റെ കെട്ടുതല നഷ്ടപ്പെടേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് കൂടുതൽ കരയണ്ട. കരഞ്ഞാ ശരിക്കും നിന്നെ കരയിക്കും ഞാൻ. എന്റെ അച്ഛൻ മരിക്കുമ്പോഴേ ഞാൻ ഒരു കൈക്കുഞ്ഞായിരുന്നടി. അതുകൊണ്ട് എന്റെ അച്ഛന്റെ വാത്സല്യവും ലാളനെയും ഒന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലടി. അതിനു മുമ്പ് 2 ദുഷ്ടന്മാര് ചേർന്ന് എന്റെ അച്ഛൻ അങ്ങ് വിളിച്ചില്ലേ. ഓരോന്ന് ഓർക്കുമ്പോ എന്റെ രക്തം തിളയ്ക്കോ. അതുകൊണ്ട് പോടി. മഞ്ജു വേണ്ട. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ടാ ശക്തിയായിട്ട് തള്ളി താഴെയിടാ വരുന്നേ. അതിനൊക്കെ ഇവൾക്കേ പറ്റൂ. സ്റ്റെപ്പിന്റെ മോളിൽ നിന്നല്ലേ ഏട്ടത്തി ഇവള് തള്ളി താഴെ ഇട്ടത്. അത് പിന്നെ എന്നെ അവിടെ ഇട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഓ, വീട്ടുപണി ചെയ്യുന്നത് എങ്ങനെയാണ് കഷ്ടപ്പെടുത്തുന്നത്?
ഓർമ്മയായ നാള് മുതൽ മഹിയുടെ അമ്മയ്ക്കൊപ്പം നിന്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുവല്ലായിരുന്നോ? അന്ന് മഹി വീട്ടുജോലി ചെയ്യുമായിരുന്നല്ലോ, ചെറുപ്രായത്തിൽ തന്നെ. പിന്നെ നിനക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ? നീ നിന്നെ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കണ്ട. മര്യാദയ്ക്ക് വന്നതുപോലെ പോ നോക്ക്. നിന്റെ അമ്മായിയമ്മ കരഞ്ഞോണ്ട് നടക്കുക. എല്ലാരും കൂടെ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുക, മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ച് പറ്റാനായിട്ട്, വീണ്ടും ഞങ്ങളുടെയൊക്കെ ജീവൻ എടുക്കാനായിട്ട്. ഇനി മഞ്ജുന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതെ പോയിറങ്ങി.